വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പല വേർഡ്സ്, അതായത് ഓരോ വാക്കുകളായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കിച്ചണിൽ സാധാരണയായി കണ്ടുവരുന്ന കുറച്ച് ഐറ്റംസിൻ്റെ നെയിംസ് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പിക്ചർ കാണിക്കും, അതൊരു വട്ടം പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം എൻ്റെ കൂടെ പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. പ്രഷർ കുക്കർ, പ്രഷർ കുക്കർ. സ്പൈസ് കണ്ടെയ്നേഴ്സ്, സ്പൈസ് കണ്ടെയ്നേഴ്സ്. സ്പൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഡിഷിന്, ഒരു കറിക്ക് നമ്മൾ രുചി കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റംസിനെയാണ് നമ്മൾ സ്പൈസസ് എന്ന് പറയാം. അപ്പോൾ സ്പൈസസ് എന്ന് പറയുമ്പോൾ കുറേ സ്പൈസുകളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ പട്ട, ഏലക്ക, ഗ്രാമ്പു, അതുപോലെ ജീരകം, കടുക്, ഇതൊക്കെ സ്പൈസസ് ആണ്. അപ്പോൾ അതൊക്കെ വെക്കണേനെയാണ്, അതൊക്കെ വെക്കണ ഒരു ചെപ്പിനെയാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയാം. അപ്പം ഇങ്ങനെ പറയാം, സ്പൈസ് കണ്ടെയ്നേഴ്സ്. കൊളൻഡർ, കൊളൻഡർ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമുക്ക് ചോറൊക്കെ വാർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ഹോൾസ്, പല ഭാഗത്തും ഓരോ ഹോൾസ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ കൊളൻഡർ എന്ന് പറയാം. അപ്പം ഞാൻ അടുത്ത കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിന് നമ്മൾ എന്താ പറയാ? സ്ട്രെയിനർ, സ്ട്രെയിനർ. ചോപ്സ്റ്റിക്സ്, ചോപ്സ്റ്റിക്സ്. കിച്ചൺ ഷിയേഴ്സ്, കിച്ചൺ ഷിയേഴ്സ്. പിസ്സ കട്ടർ, പിസ്സ കട്ടർ. Potato masher, potato masher. Cutlery, cutlery. നമ്മൾ ഭക്ഷണം കട്ട് ചെയ്യാൻ, അതായത് ഭക്ഷണം മുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ, ഫോർക്ക്, അതിനെയൊക്കെയാണ് നമ്മൾ കട്ട്ലറി എന്ന് പറയാം. ഗ്രേറ്റർ, ഗ്രേറ്റർ. ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ കിച്ചണിൽ പച്ചക്കറികളൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇതിന് സാധാരണ ബോഡി ഷാർപ്പായിരിക്കും. നൈഫ്, നൈഫ്, കത്തി. പീലർ, പീലർ. ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ വെജിറ്റബിൾസിൻ്റെ തൊലി, അതായത് പുറത്തുള്ള തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീലർ യൂസ് ചെയ്യുക. റോളിംഗ് പിൻ, റോളിംഗ് പിൻ. ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സ്പാച്ചുല, സ്പാച്ചുല. സ്പാച്ചുല നമ്മളെപ്പോഴും യൂസ് ചെയ്യുക? നമ്മളെല്ലാം മിക്സ് ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറിച്ചിടാനും ഫ്ലിപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, അവൻ. ഓവൻ എന്നല്ല പറയേണ്ടത്, അവൻ. ഫോർക്ക്, fork. Blender, blender. നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ബ്ലെൻഡറിൽ അടിച്ചിട്ട് നമ്മൾ ഷേക്ക് ആക്കി കുടിക്കാനൊക്കെയാണ് നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്യുക. വിസ്ക്, വിസ്ക്. വിസ്ക് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മെയിൻലി നമ്മൾ യൂസ് ചെയ്ത് കണ്ടേക്കുന്നത് കേക്കൊക്കെ ബേക്ക് ചെയ്യണ ടൈമിൽ കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിസ്ക് യൂസ് ചെയ്യുക. ഏപ്രൺ, ഏപ്രൺ. ഇതെന്തിനാ യൂസ് ചെയ്യുക? നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മേത്ത ഡേർട്ട്, അതായത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കറിയോ എന്തെങ്കിലും നമ്മുടെ മേത്ത ആവാതെ ഇരിക്കാനാണ് നമ്മളൊരു ക്ലോത്ത് അണിയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഏപ്രൺ എന്ന് പറയാം. ബോട്ടിൽ ഓപ്പണർ, ബോട്ടിൽ ഓപ്പണർ. ഫ്രൈയിങ് പാൻ, ഫ്രൈയിങ് പാൻ. റെഫ്രിജറേറ്റർ, refrigerator. Toaster, toaster. നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടോസ്റ്റർ. ബാർബിക്യൂ ഗ്രിൽ, ബാർബിക്യൂ ഗ്രിൽ. ടീപോട്ട്, ടീപോട്ട്. കട്ടിംഗ് ബോർഡ്, കട്ടിംഗ് ബോർഡ്. കട്ടിംഗ് ബോർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക? നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുക. മെഷറിംഗ് കപ്പ്, മെഷറിംഗ് കപ്പ്. ജഗ്, ജഗ്. ഡ്രിങ്കിംഗ് ഗ്ലാസ്, ഡ്രിങ്കിംഗ് ഗ്ലാസ്. സ്കിമ്മർ, സ്കിമ്മർ. സ്പൂൺ,
spoon, tongs, tongs, lemon squeezer, lemon squeezer, cleaver, cleaver. അപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇത് പുതിയതായിട്ട് പഠിച്ച വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ കാണിക്കണ ഇമേജിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂട്ടോ ആൻസേഴ്സ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ മിക്കവരും ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞേക്കണ ഓരോ വേർഡ്സും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫണ്ണി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഇത് റോങ് ആണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതാണ് ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ. അപ്പം നമ്മളൊരു ദിവസം വളരെ കുറച്ചേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ആ പഠിക്കണ കുറച്ച് വേർഡ്സ് നമ്മൾ കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ അറിഞ്ഞിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.